റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ. ഉത്തരവിൽ പിഴവുണ്ട്. പ്രതിഭാഗം പോലും ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയിട്ടും അതൊന്നും പരിഗണിക്കപ്പെട്ടില്ലെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിദ് ന്യൂസ് 18നോട് പറഞ്ഞു. കാസർഗോഡ് റിയാസ് മൗലവി കേസിൽ വലിയ തിരിച്ചടിയാണ് പ്രോസിക്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. പ്രതികളെ മുഴുവൻ വെറുതെ വിട്ട കോടതി രൂക്ഷമായ വിമർശനങ്ങളും അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനുമെതിരെ ഉന്നയിച്ചിരിക്കുന്നു. കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ശ്രീ ഷാജിദ് നമ്മോടൊപ്പം ഉണ്ട്. ഇത്തരമൊരു വിധി പ്രതീക്ഷിച്ചതാണോ? ഇതിലൊരു തിരുത്തുണ്ട്. കാരണം ഒരിക്കലും ജഡ്ജ്മെന്റിൽ എവിടെയും പ്രോസിക്യൂഷന് കനത്ത വീഴ്ച എന്നോ പോലീസിന് കനത്ത വീഴ്ച എന്നോ പറഞ്ഞിട്ടില്ല. കുറ്റപത്രത്തിൽ RSSകാരാണെന്ന് മാത്രമല്ല, 1 മുതൽ 3 വരെ പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോടുള്ള വിരോധം കാരണം ഈ കൊലപാതകം നടത്തി എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അതുകൊണ്ട് തന്നെ RSSകാരാണെന്ന് തെളിയിക്കപ്പെട്ടില്ല എന്ന് കോടതി പറഞ്ഞത് പ്രോസിക്യൂഷനെ ബാധിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, റിയാസ് മൗലവിയുടെ റൂമിലുള്ള ഒരു ഫോൺ അത് അന്വേഷണ ഏജൻസി അയച്ചില്ല എന്ന കോടതിയുടെ കണ്ടെത്തലുകളും തെറ്റാണ്. കാരണം അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അത് അയക്കേണ്ട കാര്യമില്ല. അത് കോടതിയിൽ ഇപ്പോഴും ആ ഫോണുണ്ട്. ആ ഫോണിനെക്കുറിച്ച് ഒരു ചോദ്യമോ ഒരു എതിർവിസ്താരമോ ഡിഫൻസിനില്ല. ആ ഫോണിനെ പറ്റി ഒരു വാദഗതിയോ ഡിഫൻസിനില്ല. അപ്പം ഡിഫൻസിനില്ലാത്തൊരു കാര്യമാണ് ആ റിയാസ് മൗലവിയുടെ ഫോൺ അയച്ചോ എന്നുള്ളൊരു ചോദ്യം. അതിന് പകരം തെളിയിക്കപ്പെട്ടത് എന്തൊക്കെയാണ്, ആ വസ്തുത പരിശോധിച്ച് പ്രതികളെ ശിക്ഷിക്കാൻ തെളിവുകളുണ്ടോ എന്നാണ് കോടതി പരിശോധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, 1-ാം പ്രതിയുടെ മുണ്ടിലും ഷർട്ടിലും കണ്ട രക്തപ്പാടുകൾ. മുണ്ടിൽ കണ്ട രക്തത്തിൽ റിയാസ് മൗലവിയുടെ DNA ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് മൗലവിയുടെ ചോരയാണ് 1-ാം പ്രതിയുടെ മുണ്ടിലുള്ളത്. ആ മുണ്ട് 1-ാം പ്രതി നയിച്ചാനയിച്ച പ്രകാരം അന്വേഷണ ഏജൻസി 27 റിക്കവറി പ്രകാരം കണ്ടെടുത്ത മുണ്ടാണ്. ഈ അന്വേഷണം നടന്നത് ഏകപക്ഷീയമായും നിലവാരമില്ലാത്ത രീതിയിലുമാണ് എന്നാണ് ഈ വിധിന്യായത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു ഒബ്സർവേഷൻ വിധിന്യായത്തിൽ എവിടെയാണ് പറഞ്ഞത്? ഏകപക്ഷീയമായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത് ആരുടെ പ്രസ്താവനയാണെന്നും എനിക്കറിയില്ല. ഏകപക്ഷീയമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ വിധിന്യായത്തിൽ എവിടെയും ഏകപക്ഷീയമായിട്ട് അന്വേഷണം നടന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന്, വസ്തുതകൾ മറച്ചുവെച്ച് അന്വേഷണം നടത്തേണ്ട ആവശ്യവുമില്ല. കാരണം ഇതിൽ യഥാർത്ഥ പ്രതികളെ 23-ാം തീയതി അറസ്റ്റ് ചെയ്തതാണ്. കൊലപാതകം നടന്ന് 3-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം അറസ്റ്റ് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവാതെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വിധിപ്പകർപ്പുകൾ മുഴുവൻ പരിശോധിക്കണം. ആരോപണം അല്ലെങ്കിൽ ആളുകൾ വിമർശിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഫോൺ പരിശോധിച്ചിരുന്നെങ്കിൽ മറ്റു കാരണങ്ങൾ ഇതിനുണ്ടായിരുന്നോ അല്ലെങ്കിൽ മറ്റാരൊക്കെ ആശയവിനിമയം നടത്തി എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ളൊരു അവസരം നഷ്ടമാക്കി. മറിച്ച് ഒരു ഭാഗത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ച് അവിടെ മാത്രം അന്വേഷണം നടത്തി എന്ന അതിനാണ് ഞാൻ പറയുന്നത് ഫാൻസിഫുൾ ഡിഫൻസ്. അത് നിയമം അറിയാത്ത ആൾക്കാരുടെ പ്രസ്താവനകളാണ്. കാരണം നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ആ ഫോൺ കോടതിയിൽ അന്വേഷണ ഏജൻസി ഹാജരാക്കിയിട്ടില്ലെങ്കിൽ, റിയാസ് മൗലവി എന്ന് പറയുന്നൊരു ഉസ്താദ് ഉപയോഗിക്കുന്ന നോക്കിയയുടെ 1000 രൂപയുടെ ഒരു ഫോണ്, അത് അന്വേഷണ സംഘം കൃത്യമായി കണ്ടെടുത്ത് കോടതിയിൽ ഹാജരാക്കുന്നു. എന്നാൽ ഇത് അന്വേഷണ സംഘം പരിശോധനയ്ക്ക് അയക്കുന്നില്ലെങ്കിൽ, ഒരു ചോദ്യവും ചോദിക്കാത്ത കാലത്തോളം, അത് ചലഞ്ച് ചെയ്യാത്ത കാലത്തോളം പ്രോസിക്യൂഷൻ എന്ത് ബാധ്യതയാണ്? 2, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഡിഫൻസ് അതിൽ ഒരു ഫ്ലറി ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. അതായത് ഈ ഫോണിൽ തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്നോ മറ്റ് ഫനാറ്റിക് സംഘടനകളുമായി റിയാസ് മൗലവിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നോ അവനാണ് കൊല നടത്തിയതോ എന്ന് കേസിൻ്റെ ഒരു ചോദ്യമുണ്ടോ ഫോണിനെ കുറിച്ച്? ഒരു ചോദ്യമുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞു, ഇന്ന് തന്നെ ഞാൻ ഈ പ്രോസിക്യൂഷൻ സ്ഥാനത്ത് രാജിവെക്കും.